പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ലോങ് റൈഡ് പോകട്ടെ. എങ്ങോട്ടാന്ന് വെച്ചാൽ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിക്ക് അടുത്തായിട്ട് ചൊക്കന എന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട്. അവിടെ എന്തിനാ പോകണമെന്ന് വെച്ചാൽ ആനയെ സ്പോട്ട് ചെയ്യാൻ വേണ്ടി പോകട്ടോ. നമുക്ക് ധാരാളം ആനയെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഇപ്പം ഞാനുള്ളത് നമ്മുടെ കൂത്താട്ടോളത്താണ്. സമയം രാവിലെ 1:45 ഇവിടുന്ന് ഒരു 84 കിലോമീറ്ററാണ് കാണിക്കുന്നത്. ഞാനിവിടെ നമ്മുടെ റോമി ബ്രോയിനെ വെയിറ്റ് ചെയ്ത് നിൽക്കും കേട്ടോ. അപ്പോൾ ഇത്രയും നേരത്തെ പോയാലാണ്, രാവിലെ അവിടെ ചെന്നാലാണ് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ആനയെ കാണാൻ പറ്റുള്ളൂ. ഇവിടുന്ന് നേരെ പെരുമ്പാവൂർ അവിടെ ചെന്നിട്ട് നമ്മുടെ കുറച്ച് ഫ്രണ്ട്സോടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ദേ നമ്മുടെ റോമി ബ്രോ എത്തി കേട്ടോ. ബ്രോ അപ്പോൾ ദേ ഞങ്ങൾ പെരുമ്പാവൂർ എത്തി കേട്ടോ. ആ അതെ ജോയിച്ചേട്ടനുണ്ടോ? നമ്മൾ ആദ്യമായിട്ടാണ് കാണാം അല്ലേ. അപ്പോൾ നമ്മൾ കാലടി പാലത്തിൽ കൂടെ ആട്ടോ പോയിക്കൊണ്ടിരിക്കണേ. ഇവിടെ ലെഫ്റ്റിൽ പുതിയ പാലത്തിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറേ നാളായി ഇതിൻ്റെ പണി തുടങ്ങിയിട്ട്. ഇപ്പോൾ പില്ലറൊക്കെ അടിച്ച് ഇട്ടേക്കുവാണേ. ഓക്കെ, അങ്ങനെ അങ്കമാലി എത്തി കേട്ടോ. നമ്മൾ MC റോഡിൽ നിന്ന് നേരെ ഇനി NH കയറും കേട്ടോ. ആ സൈഡിലെല്ലാം നോക്കാം അല്ലേ. മൂസാക്കാൻ്റെ ചായക്കട. അപ്പോൾ അത് നേരം പതുക്കെ വെളുത്ത് വരുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ചാലക്കുടി കഴിഞ്ഞു. ഇവിടുന്ന് റൈറ്റ് എടുത്ത് അണ്ടർപാസ് വഴി റൈറ്റ് എടുത്ത് വെള്ളിക്കുളങ്ങര റൂട്ടാണ് നമ്മൾ കയറുന്നത് ചൊക്കനയ്ക്ക്. അപ്പോൾ ഇവിടുന്ന് ചാലക്കുടിയിൽ നിന്ന് നമ്മുടെ ആഷിൽ ബ്രോ ജോയിൻ ചെയ്തിട്ടുണ്ട്. നോക്കി പോരാ വണ്ടി 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 ഇതിൽ സ്ട്രൈറ്റ് വെള്ളിക്കുളങ്ങര അല്ലേ. അപ്പോൾ അതേ ഞങ്ങൾ വെള്ളിക്കുളങ്ങരയൊക്കെ എത്തുന്നില്ല കേട്ടോ. ഇവിടെ ഒരു സർക്കാരിൻ്റെ തടി ഡിപ്പോ കണ്ടിട്ട് നിർത്തി കേട്ടോ. അതുകൊണ്ട് ഈ റോഡിൻ്റെ 2 സൈഡിലും മരം നിൽക്കണുണ്ടോ, അടിപൊളിയാണേ. അപ്പോൾ അതേ നമ്മൾ വെള്ളിക്കുളങ്ങരയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ചൊക്കന റൂട്ടിലേക്ക് കയറി കേട്ടോ. കോടാ വീട്ടിൽ അടുപ്പ് പോയിക്കണം. അപ്പം ഇവിടുന്ന് നമുക്ക് 6 കിലോമീറ്റർ ഉണ്ട്. അടിപൊളി ആനയുടെ ടെറിട്ടറി എത്തിട്ടോ. മുന്നറിയിപ്പ് ബോർഡ്, കാട്ടാനകളുടെ സാന്നിധ്യമുള്ള പ്രദേശം. ഇതിൽ ഫുള്ള് ഈ ഒരു സൈഡ് ഉണ്ടോ ഇലക്ട്രിക് ഫെൻസിങ്. ജസ്റ്റ് കയറി നോക്കാൻ ഉള്ളിൽ എന്താണെന്ന് ആനേനെ കാണാതെ നമ്മൾ തിരിച്ചു പോകുന്ന പ്രശ്നമില്ല. ഒരു പായം തരാൻ എടുത്ത് കിടക്കാൻ പോവാം. അത് തന്നെ. അവിടെ ആന ഉണ്ടോ? ആ കുളമാവറോട്ട് ഇഷ്ടം പോലെ പോയിട്ടുണ്ട്. ഇതുവരെ ആന കാണാൻ സാധിച്ചിട്ടില്ല. ഈ 1 വർഷമായിട്ട് ഈ സൈക്കിൾ കൊണ്ടുള്ള കാട് മൊത്തം കയറിയിട്ട് ഓർമ്മ പോലും ഇതിൽ കാണാൻ പറ്റില്ല. അപ്പോൾ ഇവിടുത്തെ തൊഴിലാളികളുടെ ക്വാർട്ടേഴ്സ് ആട്ടോ അവർ താമസിക്കണേ. പിന്നെ അമ്പലമാണോ അത് സ്കൂളോ? ആ ഇതാ അവർ പറഞ്ഞ ഗ്രൗണ്ട് അല്ലേ. ആ അതെ അടിപൊളി. ഇതേ മഞ്ഞാണത്. അയ്യോ. അപ്പോൾ സമയം ഇപ്പോൾ 8:30 ആട്ടോ. നമ്മളിപ്പോൾ എത്തിയപ്പം ലേറ്റായി, കുറച്ച് പതുക്കെ പോകുന്നത്. കാര്യം പറഞ്ഞാൽ ഇവിടെ അതിരാവിലെ എത്താനുള്ളൊരു പ്ലാനിൽ പോകുന്നതായിരുന്നു. പക്ഷെ കുറേ ഫുഡൊക്കെ കഴിച്ച് പതുക്കെ കയറി പോകുന്നു. പക്ഷേ ഇവിടെ നമുക്ക് എവിടെയാണ് ആനയെ സ്പോട്ട് ചെയ്യാൻ പറ്റുന്നതെന്നൊന്നും കറക്റ്റ് അറിയില്ല കേട്ടോ. മിക്കവാറും ഈ ഒരു റബ്ബർ തോട്ടത്തിൻ്റെ അകത്തൊക്കെ ആയിരിക്കും. ഇത് ഹാരിസൺ മലയാളം ലിമിറ്റഡിൻ്റെ ഒരു ബിൽഡിങ്ങാണ്, ഓഫീസ് കാര്യങ്ങളൊക്കെയാണ്. ഇതാണൊരു ചൊക്കന ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഞങ്ങൾ മേളിൽ ചോദിച്ചപ്പോൾ പറഞ്ഞ കേട്ടോ. ഈ ഒരു ബിൽഡിംഗ് ഉണ്ട്. പിന്നെ അവിടെ റബ്ബർ പാലൊക്കെ കളക്ട് ചെയ്യണ ഒരു ഷെഡൊക്കെ ഉണ്ട് കേട്ടോ. കുറേ ബാരൽ കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ 95 കിലോമീറ്റർ മൊത്തം റൈഡ് ചെയ്തിട്ടോ വീട്ടിൽ നിന്ന് പോന്നിട്ട്. ഇത്രയും ദൂരം വന്നിട്ടത് വെറുതെ ആയി പോവുമോ നമുക്ക് നോക്കണം. ഇവിടെ അധികം വേറെ വലിയ കാഴ്ചകളൊന്നുമില്ല. ഈ ഒരു ആനയെ കാണാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഗ്യം. അല്ലാതെ വേറെ അധികം ഇനി നമുക്ക് ഇവിടുന്ന് ചിമ്മിനി ഡാമൊക്കെ പോവാം. ഇവിടുന്ന് ഒരു 10-20 കിലോമീറ്റർ സംതിങ് ഉണ്ട് കേട്ടോ. ഇത് ബോഗൺവില്ലയൊക്കെ പൂത്തുക്കണുണ്ടോ, അടിപൊളിയായിട്ടാണ്. ഇത് നമ്മുടെ ഏകദേശം നമ്മുടെ കഴിഞ്ഞ ദിവസം പോയ കാലടി പ്ലാന്റേഷനൊക്കെ ഇല്ലേ, അപ്പോൾ അതുപോലെ ആ ഒരു ഫീലാട്ടോ. ആ ഒരു റബ്ബർ പുരയൊക്കെ ഉണ്ടല്ലേ, അതിൻ്റെ അകത്ത് ഒരു വലിയ ടാങ്കാണ്. റബ്ബർ പാലൊക്കെ ഈ ബാരലിൽ കൊണ്ടുവന്നിട്ട് അതിൽ ഒഴിച്ച് വയ്ക്കാനായിട്ടുള്ളൊരു ടാങ്കാട്ടോ. അപ്പോൾ അതേ നമ്മൾ നിന്ന സ്ഥലം അതാട്ടോ. ഇനി ഇതിൽ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആനയെ സ്പോട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. ഈ റബ്ബർ തോട്ടത്തിൻ്റെ അകത്തൊക്കെ ഉണ്ടാവും കേട്ടോ പറഞ്ഞത്. അവിടെ ഒരു ചേട്ടൻ പറഞ്ഞാൽ പിന്നെ ഈ ഒരു വഴി കണ്ടില്ലേ, ഇതിൽ ഈ റബ്ബർ തോട്ടത്തിൻ്റെ അകത്തോടെ ഈ വഴി പോയി കഴിഞ്ഞാൽ അവിടെ ഒരു തൂക്കുപാലം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതായത് നമുക്കൊന്ന് ഒന്നെങ്കിൽ സൈക്കിൾ അവിടെ വെച്ചിട്ട് പോകണം, അല്ലെങ്കിൽ കുറച്ച് ദൂരം തള്ളിക്കൊണ്ടാണെങ്കിലും
അതൊന്ന് പോയിട്ട് വരാം കേട്ടോ. എന്നിട്ട് ഇനി നമുക്ക് ആ ഒരു നേരെ പോവാം. എന്തായാലും നമ്മൾ ആ ഒരു വഴി കുറച്ച് പേരും പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ ഒത്തിരി ആനതെ ഈ റബ്ബർ തോട്ടത്തിൻ്റെ അകത്തൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നാട്ടോ പറഞ്ഞേ. വന്നൊക്കെ വരാൻ പറ്റുമായിരുന്നെങ്കിൽ. ഇതിപ്പോൾ നമ്മൾ 100 കിലോമീറ്റർ അടുത്ത് സൈക്കിൾ ചവിട്ടി വന്നതിൻ്റെ ഈ ഒറ്റ കാരണം ആന എങ്ങനെയും കാണാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. കാണാതെ പോയി കഴിഞ്ഞാൽ ഭയങ്കര വിഷമമാവും കേട്ടോ. കാര്യം പറഞ്ഞാൽ നമുക്കിത് ഭയങ്കര കൗതുകമാട്ടോ. ഇവിടെ ഉള്ളൊരു ആനയെ കൊണ്ട് പൊറുതി മുട്ടിയെന്നുള്ളതാട്ടോ അവർ പറഞ്ഞത്. കാരണം ഭയങ്കര ഇറങ്ങി വന്നിട്ടേ മൊത്തം നശിപ്പിച്ച് ഭയങ്കര നമുക്കിത് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ആയിരിക്കും. പക്ഷേ ഇവിടെ ഉള്ളവർക്കത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ചെന്നിട്ട് ആനയെ കാണണമെന്ന് ഇവരുടെ അടുത്ത് നാട്ടുകാരുടെ അടുത്ത് അങ്ങനെ ഡയറക്റ്റ് ചോദിക്കരുതെന്നാണ് ചേട്ടൻ പറയുന്നത്. ചിലപ്പോൾ അവർക്കത് ഇഷ്ടപ്പെടില്ല. അതായത് നമുക്ക് ഈ വഴി ഒന്ന് പോയി നോക്കാം. ഒരു തൂക്കുപാലം നമ്മളത് ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ട്. അടിപൊളിയാട്ടോ. ഈ വഴിയാണ് പറഞ്ഞത്, ഈ റൈറ്റ്. നമുക്ക് തള്ളിക്കൊണ്ട് പോയാലോ കുറച്ച് പേരാ? ഓക്കെ. ജോമിച്ചേട്ടാ വാ. ഇത് അറിഞ്ഞില്ലേ ഞങ്ങൾ പോകുന്നത്? എടുത്ത് ചാടിക്കാൻ ജമ്പ് ചെയ്യാൻ കൂടെ ട്രക്ക് മാർലിനായിരിക്കണേ. അപ്പോൾ അതെ സൈക്കിളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആ ഒരു പാലത്തിൻ്റെ അങ്ങോട്ട് ഇതിൽ നടന്നു പോകട്ടോ. ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ കേട്ടോ. ഇതുകൊണ്ട് ഇവിടെയൊക്കെ ആന വരുന്ന സ്ഥലമാണ് കേട്ടോ. ഇലക്ട്രിക് ഫെൻസിങ് പിടിച്ചു നോക്കണം. കറണ്ട് ഉണ്ടെങ്കിൽ അടിച്ച് നിലത്ത് ഇറങ്ങും. അപ്പോൾ ഇതാട്ടോ പാലം. അടിപൊളിയാണല്ലോ, തൂക്കുപാലമാണേ. ഇത് നമ്മുടെ മലയഞ്ചിയിലൊക്കെ ഉണ്ടോലുണ്ടല്ലോ. പക്ഷെ അതിന് സെറ്റപ്പാട്ടോ. അത് നല്ല നീളമുണ്ട്. കുലുങ്ങുന്നുണ്ടല്ലേ? ഇല്ല ധൈര്യമായിട്ട് നോക്കോ. കമ്പിയുണ്ട്, കമ്പി അടിയിൽ. ഇത് പൊളിച്ചിട്ടോ, ഒരു രക്ഷയില്ല. നല്ല ആട്ടോ. അതെ അങ്ങനെ ആട്ടരുതേ. നന്നായിട്ടൊന്ന് ആടുന്നുണ്ട്. ഇത് മറ്റേ ആ വീപ്പയില്ലേ, അത് കട്ട് ചെയ്തിട്ട് അടിച്ചു വെച്ചേക്കോട്ടോ. ഇത് നൈസ് വൈബാട്ടോ. അതെയോ? ഒരു എൻജിനീയറിങ് വിസ്മയം തന്നെയാണല്ലോ. പൊളി. ഒരു രക്ഷയില്ല കേട്ടോ ഈ പാലം. ഇടുമല്ലേ? ആനയെ കണ്ടില്ല, പക്ഷേ അതെ ആനപ്പിണ്ടം കണ്ടോ. നൈസായിട്ട് ഇതിൽ വെള്ളം കുടിക്കാൻ വന്നതാ. അപ്പോൾ ഇവിടെ കുറേ ചാക്ക് ഇങ്ങനെ മണലൊക്കെ നിറച്ച് കെട്ടി വെച്ചേക്കോട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാണ് ഇങ്ങനെ വെച്ചേക്കണേന്ന്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ബണ്ട് പോലെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ വേനൽ ടൈം ആകുമ്പോൾ കഴിഞ്ഞാൽ അവർ എന്ത് വെച്ചാൽ കുറച്ചുകൂടെ ഒരു ബണ്ട് ഇങ്ങനെ ഇവിടെ മുറുക്കൂട്ടും. അപ്പോൾ വെള്ളം കൂടും ഇവിടെ. എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു മോട്ടർ ഓണായി നിൽക്കുന്നുണ്ട്. ആ ഒരു മോട്ടർ വഴി വെള്ളം ഇവിടുന്ന് പമ്പ് ചെയ്ത് അവിടെ ഒരു റബ്ബർ നഴ്സറി ആട്ടോ. അങ്ങോട്ട് അത് നനയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഇപ്പോഴും നനച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കണ്ടോ, റബ്ബർ തൈ ഇഷ്ടം പോലെ അവിടെ നട്ടു വെച്ചേക്കണുണ്ടോ. അപ്പോൾ അത് ഇവിടുന്ന് ഈ കണ്ടോ ഓസ് വഴി വെള്ളം കൊണ്ടുപോയി നനയ്ക്കാൻ വേണ്ടിയിട്ടോ. ഇവിടെയൊക്കെ ഫെൻസിങ് ആണേ. ഇത് കണ്ടോ. അതെ അങ്ങനെയാണ് ആനയെ കാണാം. അതിൻ്റെ ആ ടാങ്കില്ലേ റബ്ബർ പാൽ ഒഴിച്ച് വെക്കണം, അതിൻ്റെ കയറി കിടന്നാൽ മതി. ആന വന്നാൽ കാണില്ല. കിട്ടില്ല വ്യൂ. അല്ലാതെ നോക്കെ എത്ര ദൂരം കിടക്കാനുണ്ടോ. പിടിപ്പിച്ചാലോ? അതെ ഇവിടെ കാണില്ലായിരിക്കും അല്ലേ? അമ്മോ ഒരു രക്ഷയില്ലാത്ത കാറ്റാ. വ്യൂ നമ്മുടെ ചൊക്കനേന്ന് ചിമ്മിനി ഡാമിലേക്ക് കിടക്കുന്ന വഴിയാട്ടോ. ഒരു രക്ഷയില്ലാത്ത വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ വന്നോ അല്ലേ? അപ്പോൾ അതെ നമ്മൾ ചിമ്മിനി ഡാമിൻ്റെ അടുത്ത് ഇടാം. ചിമ്മിനി വൈൽഡ് ലൈഫ് സാഞ്ചുറി.
ആ ചെക്ക് പോസ്റ്റാ. നല്ല കാറ്റായതുകൊണ്ട് ഈ വെയിലിൻ്റെ ചൂട് അറിയുന്നില്ല കേട്ടോ. ആ അതെ. അപ്പോൾ അതെ നമ്മൾ ഡാമിൻ്റെ അടുത്തെത്തിട്ടോ. അപ്പോൾ അതെ ചിമ്മിനി ഡാമിൻ്റെ റിസർവയർ കേട്ടോ. ആ ഇവിടെയല്ലേ കൊട്ടവഞ്ചി. അപ്പോൾ അതെ നമ്മൾ ആനയെ കാണാൻ വേണ്ടിയിട്ട് ചൊക്കനെ വന്നിട്ട് ഇപ്പോൾ അതെ ഡാം കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഓർത്ത് നോക്കി വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് പോന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അതെ അടിപൊളി വ്യൂ കേട്ടോ, ഒരു രക്ഷയില്ല. കണ്ടോ ആ ഒരു മലയൊക്കെ നോക്കി, ആ ഭാഗത്താട്ടോ അതാട്ടോ ഡാമിൻ്റെ ഒരു കെട്ട് വരുന്നത്. പിന്നെ ഇവിടെ നമുക്ക് കൊട്ടവഞ്ചി സവാരി ഉണ്ട്. അത് അവിടുന്ന് ടിക്കറ്റ് എടുക്കണം കേട്ടോ. 400 രൂപയാണ് മൊത്തം, 4 പേരെ കയറ്റും, ഒരാൾക്ക് 100 രൂപ വെച്ചിട്ട്. അതുപോലെ തന്നെ അവിടെ സ്പീഡ് ബോട്ടൊക്കെ ഉണ്ടേ. ഇതിലവരങ്ങ് കൊണ്ടുപോകും കേട്ടോ, എൻ്റെ അക്കരെ വരെ കൊണ്ടുപോകും. അവിടെയൊക്കെ ആനയൊക്കെ വെള്ളം കുടിക്കാനൊക്കെ ഇറങ്ങി വരുന്ന കേട്ടോ. അതൊക്കെ നമുക്ക് കാണാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എപ്പോൾ വരണമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. ഇത് നമ്മുടെ മുളയൊക്കെ വെച്ച് ഉണ്ടാക്കിയേക്കണം കേട്ടോ. എന്നിട്ടത് അതിൻ്റെ പുറമേ ഒരു കോട്ടിങ് പോലെ എന്തോ കൊടുത്തിട്ടുണ്ട്. ഇത് മറ്റേ എന്തോ ഒരു ടാർപോളിൻ പോലത്തെ ഒരു സംഭവം കേട്ടോ. അതിങ്ങനെ സീറ്റ് കുഷ്യനൊക്കെ വെച്ചിട്ടുണ്ട്, സുഖമായിട്ടിരുന്ന് പോകാം കേട്ടോ. ഇപ്പോഴത്തെ ഇഷ്ടം പോലെ ആൾക്കാരായിട്ടോ കൊട്ടവഞ്ചിയിൽ കയറാനായിട്ട്. അടിപൊളി കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വരുമ്പോഴത്തേനും ആ ഒരു ചെക്ക് പോസ്റ്റിൽ ഒരാൾക്ക് 20 രൂപയാണ് അഡൽസിന് ചാർജ് വരുന്നത്. കഴിഞ്ഞാൽ പിന്നെ ഇതിനൊക്കെ സെപ്പറേറ്റ് ആണ് ബാക്കി ആക്ടിവിറ്റീസിനൊക്കെ. അതുപോലെ തന്നെ സ്പീഡ് ബോട്ടൊക്കെ ഉണ്ട്. അതിപ്പം വർക്കിംഗ് അല്ലാന്ന് തോന്നുന്നു, അവിടെ നിർത്തിയിട്ടേക്കും കേട്ടോ. ഈ ബോട്ട് എനിക്ക് തോന്നുന്നത് ഇത് ഫോറസ്റ്റിൻ്റെ ബോട്ടാട്ടോ. ഫോറസ്റ്റ് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ള ബോട്ടായിരിക്കും, അല്ലാതെ ഇത് ബോട്ട് സഫാരിക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കില്ല. അതിൽ ഉണ്ടോ, അതിൽ ഫോറസ്റ്റ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതായിരിക്കും കേട്ടോ. കണ്ടോ പശുക്കൾ അവിടെ നിന്ന് ഇറങ്ങി വെള്ളം കുടിക്കാൻ തന്നെ ഉണ്ടോ. ഇതൊരു കൂട്ടമുണ്ട് കേട്ടോ. നമ്മൾ കാലടി പ്ലാന്റേഷനിലൊക്കെ പോയി പശുവിനെ കണ്ടില്ല, അതുപോലെ ഒത്തിരി ഉണ്ടോ വന്ന വഴിക്ക് പശുവിനെ ഇങ്ങനെ അയച്ചുവിട്ടേക്കുക. ഇതൊരു മരം നോക്കി റോക്കറ്റ് പോലെ നിൽക്കണുണ്ടോ. അപ്പോൾ ഈ ഒരു ഡാമിൽ വന്നെന്ന് ഞങ്ങൾക്കൊരു ഉദ്ദേശമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അവിടെ ചൊക്കനെ വന്നിട്ട് ആനയെ സ്പോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ട് തിരിച്ചു വന്നൊരു പ്ലാനിലാണ് വന്നത്. പക്ഷേ അവിടെ നമുക്ക് ആനയെ കാണാൻ പറ്റാത്തതുകൊണ്ട് അവിടെ നിന്ന് ഒരു 25 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ ഇവിടെ വരെ, ഡാമിൻ്റെ ഇവിടെ വരെ. അതായത് ഇവിടെ വന്നുകൊണ്ട് ഈ ഒരു കാഴ്ചയൊക്കെ കാണാൻ പറ്റി. ഇനി നമ്മളിവിടുന്ന് തിരിച്ചു പോവുകയാണ്. അവിടെ ഒരു കെട്ടിൻ്റെ മേളിലൂടെ ഒന്ന് കയറണം കേട്ടോ, അതിൻ്റെ നേരെ വിടുവാണ്. അപ്പോൾ നമ്മളവർ വന്ന വഴി തന്നെയാണ് പോകുന്നത്. അപ്പോൾ വൈകുന്നേരം ടൈമിൽ ഭാഗ്യമുണ്ടെങ്കിൽ ആന കാണാം. എപ്പോഴും നമ്മൾ പറയും വീഡിയോയിൽ ഭാഗ്യമുണ്ടെങ്കിൽ കാണാമെന്ന്, പക്ഷേ അത് ഒരു ലെക്ക് പോലെ ഇരിക്കും കേട്ടോ. എന്തായാലും നമ്മൾ ആ ഒരു വഴി തന്നെയാണ് തിരിച്ചു പോകുന്നത്. അതെ തിരിച്ചു പോകുമ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ ഇല്ലേ. റേഞ്ച് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല കേട്ടോ അവിടെ. ശരിക്കും ഈ ഡാം എന്തിൻ്റെ ഡാമാണെന്നൊരു പിടുത്തം കിട്ടുന്നില്ല. KSEBിയുടെ അതോ ഇറിഗേഷൻ്റെ ആണോ? ഗൂഗിൾ ചെയ്ത് നോക്കാനായിട്ട് റേഞ്ചും ഇല്ല. ഇത് കോൺക്രീറ്റ് അല്ലോ ഇത്. ഇതാണ് എർത്ത് ഡാം. അത് ഉണ്ടോ ആ കൊക്ക് ഒന്ന് ലാൻഡ് ചെയ്യുന്നത്, പക്ഷേ നമുക്കത് മിസ്സായിപ്പോയി അല്ലേ. അതെ നല്ല വെയിലാട്ടോ. നമുക്ക് നടക്കാനാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ദൂരമുണ്ട്. ഇങ്ങനെ ഒരു ആർച്ച് ഷേപ്പിലാട്ടോ. ഈവനിങ് ടൈമിലൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ വന്നിരിക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ. വ്യൂ ഒരു രക്ഷയിലാട്ടോ. മലയൊക്കെ ഉണ്ട് ഇവിടെ, അടിപൊളിയായിട്ടുണ്ട്. ഉണ്ട് ഇവിടെ വരെയൊക്കെ വെള്ളം കയറി വന്നേട്ടോ. പാട് കണ്ടാൽ അറിയാം. അപ്പോൾ എന്തോരം വെള്ളമായിരിക്കും അല്ലേ ഇനി ഇത് വന്നത്. ആ കാണുന്നതൊക്കെ ഫോറസ്റ്റ് ആട്ടോ. അപ്പോൾ അതേ ഞങ്ങൾ തിരിച്ചു പോകാം കേട്ടോ. ഇനി അധികം കാഴ്ചകളൊന്നുമില്ല, വെയിലാണ്. പിന്നെ ആ ഒരു ഡാമിൻ്റെ ഒരു വ്യൂ കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ തൽക്കാലം ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. കാരണം വെച്ചാൽ തിരിച്ച് പോകുന്ന വഴിക്ക് ഇനി വന്ന വഴി തന്നെയാണ് പോകുന്നത്, ചൊക്കന വഴി. ബ്രോ തിരിച്ചു പോകുന്ന വഴിക്ക് ആനയെ കാണാൻ പറ്റുമോ? അത് തന്നെ ഒരുറപ്പുമില്ല. കാണാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം ഒരു വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ 118 കിലോമീറ്ററാണ് ടോട്ടൽ വീട്ടിൽ നിന്ന് ഇവിടെ വരെ റൈഡ് ചെയ്തത്. അപ്പോൾ അത്രയും കിലോമീറ്റർ ആ ഒരു സെയിം റൂട്ട് തന്നെയാണ് തിരിച്ചു പോകുന്നത് കേട്ടോ. അത്രയും കിലോമീറ്റർ തിരിച്ച് ഓടണം. എന്തായാലും രാത്രിയാവും. അപ്പം മാക്സിമം നേരത്തെ വൈകി പോവുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റുമായിരിക്കും. ഒന്നും പറയാൻ പറ്റില്ല, ഒരു ഉറപ്പും പറയാൻ പറ്റില്ല. എന്തായാലും കുറച്ച് നേരമൊക്കെ റെസ്റ്റ് ചെയ്തിട്ട് ഒരു വെയിലൊക്കെ മാറി ഫുഡ് കഴിക്കണം, എന്നിട്ടേ ഉള്ളൂ. അങ്ങനെ ഫൈനലി നമ്മൾ ആനയെ കണ്ടു കേട്ടോ. എൻ്റെ പൊന്നത് ഒന്നും നോക്കുന്നില്ല, ആന ഓടിച്ചാലും ചാടാൻ പോവാ.
ഇല്ലില്ല അത് ഇവിടെ അടുത്ത് വേറെ ഉണ്ടോ ഇല്ലെന്ന് നോക്കിയാൽ മതി. ബാ പോരെ 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 കണ്ടോ. അധികം ഒച്ച ഉണ്ടാക്കിക്കൊണ്ട് പോയി ഞാൻ പണി കിട്ടും കേട്ടോ. ഓർമ്മയുള്ളൂ കേട്ടോ, മൊത്തം ദേഹത്ത് ചെളി. നോക്കുന്നുണ്ടല്ലേ? എൻ്റെ നോട്ടം ശരിയല്ല കേട്ടോ എൻ്റെ അമ്മേ. കയറിപ്പോവാട്ടോ, കയറിപ്പോവാ. നമ്മൾ ഇത്രയും നാളും റൈഡ് വന്നിട്ട് ഫസ്റ്റ് ടൈം കാണും കേട്ടോ. ഇതിൻ്റെ അടുത്ത് വല്ല നിൽക്കണ്ടോ നോക്കിയാലേ ട്രാപ്പാവും. അതൊക്കെ സൗണ്ട് ഉണ്ടാക്കാതെ പോരെ കേട്ടോ. സൗണ്ട് ഉണ്ടാക്കണ്ട കണ്ടോ. അധികം ഒച്ച ഉണ്ടാക്കിക്കൊണ്ട് പോയി ഞാൻ പണി കിട്ടും കേട്ടോ. കണ്ടോ നിൽക്കണുണ്ടോ. അപ്പം നമ്മുടെ ഒരു ആഗ്രഹം എന്തായാലും സഫലമായിട്ടോ. നിൽക്കാൻ നോക്കിയത് അവിടെയൊക്കെ ഇഷ്ടം പോലെ നിൽക്കുന്നുണ്ട് കേട്ടോ. മൊത്തം ദേഹത്ത് ചെളിയൊക്കെ ഇവിടുന്ന് വാരി ഇട്ടേക്കും കേട്ടോ. പിന്നെ ആ ഒരു വിഷമം മാറിയോന്ന് ഒരു ഭയങ്കര ഒരു നിരാശയായിരുന്നു കേട്ടോ. കാരണം നമ്മളത്ര ഒരു പ്രതീക്ഷയോടെ വന്നതല്ലേ. ഏതായാലും ഭയങ്കര സന്തോഷമായി. ചൊക്കന ചതിച്ചില്ല കേട്ടോ, ചൊക്കന കിടുവാണ്. പക്ഷേ ഇത് ചൊക്കന ഏരിയ അല്ല കേട്ടോ ഇത്. ഇത് നമ്മുടെ ചിമ്മിനി ഡാം പോകുന്ന ആ ഒരു വരിക കേട്ടോ. കുറച്ച് പ്രോപ്പർ അത് തന്നെ ചിമ്മിനി പോകുന്ന വഴി. ഇത് പിടിയാനേ ഇത്. അത് എന്താ സ്റ്റെപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നോ? ഇതുണ്ട് അവിടെ മൊത്തം 10 എണ്ണം നിൽപ്പുണ്ട്. അവിടെ ഒരു 5 എണ്ണം കുഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ. ഒരു കുട്ടിയാണ് നിൽക്കണുണ്ട് അതിൻ്റെ ആ തള്ളയാനയുടെ താഴെ നിൽക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ അമ്മ ചെറിയൊരു പേടിയുണ്ട് കേട്ടോ. ഒരു കുഞ്ഞുള്ളതുകൊണ്ട് പറയാൻ പറ്റില്ല. കുഞ്ഞുള്ളതുകൊണ്ട് എല്ലാം പിടിയാനകളാണ് അല്ലേ. കുഞ്ഞ് നിൽക്കണമൊക്കെ എന്നാ ക്യൂട്ടാല്ലേ. നല്ല വ്യൂ ആട്ടോ. മൊത്തം 3 കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. 3 അല്ല 4 കുഞ്ഞുങ്ങളുണ്ട്. അതേ മേളിൽ 2 എണ്ണം ഉണ്ട്, ഇവിടെ 2 എണ്ണം നിൽപ്പുണ്ട്. ആനങ്ങി ഇറങ്ങാനുള്ള ശ്രമമാണെന്ന് തോന്നണം കേട്ടോ. ആ തോട് കുറച്ച് നേരെ എത്തി. ഇവിടെ എന്താ ഒരു വലിയ കിടങ്ങ, അങ്ങ് കയറി വരില്ല. അപ്പോൾ അധികം ഇവിടെ നിൽക്കണ റിസ്ക് ആട്ടോ. കാരണം എങ്ങാനും വയലൻ്റ് ആയാൽ അത് കുഞ്ഞുങ്ങളൊക്കെ ഉള്ള കേട്ടോ. ഓക്കെ ബൈ ബൈ.